ഹലോ. സോ ആസ് ഐ പ്രോമിസ്ഡ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പോൾസ് ഒക്കെ ഇട്ട് ചോദിച്ച നിങ്ങൾ ഏറ്റവും വെയിറ്റിംഗ് ആയിട്ടുള്ള ഡേൺകർക്ക് എന്ന മൂവിയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ സിനിമ ക്രിസ്റ്റഫർ നോളൻ രചനയും സംവിധാനവും വഹിച്ച് 2017 ഇറങ്ങിയൊരു കംപ്ലീറ്റ് വാർ മൂവിയാണ് ഡേൺകർക്ക്. ആക്ച്വലി ഇതിൻ്റെ പ്ലോട്ടും സെറ്റിങ്ങും എല്ലാം വരുന്നത്, മെയിൻലി ഇത് സെറ്റിംഗ് വരുന്നത് സെക്കൻഡ് വേൾഡ് വാർ ആണ്. അപ്പം സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു ഇതിലൊരു മെയിൻ കാര്യമുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പം സെക്കൻഡ് വേൾഡ് വാർ നടക്കുകയാണ്. അപ്പം അലൈഡ് ഫോഴ്സസിനെതിരെയുള്ള മത്സരമാണ് ബ്രിട്ടനും ഫ്രാൻസും. അപ്പോൾ ഇവർ തമ്മിലുള്ള യുദ്ധം നടക്കുക. പക്ഷേ ഈ സിനിമയിൽ നമുക്ക് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് നമുക്ക് ഈ ബ്രിട്ടനും ഫ്രാൻസും ആരോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് കാണിക്കുന്നില്ല. അവരെന്തൊക്കെയോ യുദ്ധം ചെയ്യുന്നു, ആരോ വന്ന് ബോംബിടുന്നു, അതനുസരിച്ച് ആർമീസിൽ ആ ബ്രിട്ടൻ ഫ്രാൻസ് ആർമിയിലുള്ള ആളുകൾ മരിക്കുന്നു. ആ ഒരു വാറിൻ്റെ കോൺസിക്വൻസസേ കാണിക്കുന്നുള്ളൂ. അല്ലാതെ ഇവർ തമ്മിൽ യുദ്ധം വെക്കുന്നതെന്നോ ആര് ജയിക്കുന്നതെന്നോ ആര് തോക്കുന്നതെന്നോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും ഈ സിനിമയിൽ വൺ ഓഫ് ദി മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ സിനിമയിൽ മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത് ഹാരി സ്റ്റൈൽസ്, തോമസ് ഹാർഡി, കിലിയൻ മർഫി, ഫിയോൺ വൈറ്റ്ഹെഡ്, ഇത്രയും പേരാണ് മെയിൻ റോൾസ് ചെയ്തിരിക്കുന്നത്. ഇതിലധികം ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇല്ല. ഒരു അവിടെ ഇവിടെയും കണ്ടുപിടിക്കാവുന്ന രീതിയിലേ ഉള്ളൂ. ബാക്കി എല്ലാം മെയിൽ ക്യാരക്ടേഴ്സാണ്. ഒരുപാട് കാസ്റ്റ് ഉണ്ട്. മെയിനായിട്ടില്ല, കുറേ ജൂനിയർ മൈനർ റോൾസ് വരുന്ന കുറേ ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. അപ്പം ഈ സിനിമ പിന്നെ എനിക്ക് ഇതിലൊരു എഡിറ്റിംഗ് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എഡിറ്റിങ്ങിൽ നമുക്ക് പല സീൻസും കാണിക്കുമ്പം പിന്നെ അതൊരു സീനുണ്ട്. ഫസ്റ്റ് ഇതിലൊരു ബോട്ടിൽ പോവാണ് ഒരു ആൾ. അപ്പം ഒരു ഫാമിലിയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ ആർമിയിൽ വയ്യാതെ വാർ ചെയ്ത് കഷ്ടപ്പെട്ട് ഫ്രാൻസിൽ നിൽക്കുന്ന ബ്രിട്ടനിലെ സോൾജേഴ്സിനെ രക്ഷിക്കാനായിട്ട് ഇവിടുന്ന് സിവിലിയൻസ് പോവുകയാണ് അവരെ റെസ്ക്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ പോകുമ്പം കടലിന് നടുക്ക് വെച്ച് കിലിയൻ മർഫിനെ ഇവർക്ക് കണ്ടുമുട്ടുന്നു. ഇവർ ആ ഒരു എങ്ങനെയോ രക്ഷപ്പെട്ടു വന്ന കിലിയൻ മർഫിനെ ഇവർ കണ്ടുമുട്ടുക. കിലിയൻ മർഫിയുടെ ക്യാരക്ടറാണ്. പിന്നെ കാണിക്കുന്നത് കിലിയൻ മർഫി എങ്ങനെ ഇവർ കണ്ടുമുട്ടിയ സ്പോട്ടിൽ വന്നു എന്ന്. അപ്പോൾ ഒരു ജമ്പ് ഉണ്ടല്ലോ, ഒരു ടൈമിൽ അല്ലെങ്കിൽ കറക്റ്റ് ടൈമിലല്ല, ഒരു ക്രോണോളജിക്കൽ ഓർഡറിലല്ല ഇതിലെ സീൻസ് പോകുന്നത്. ഇങ്ങനെ ജമ്പ് ചെയ്താൽ പക്ഷെ നമ്മുടെ അടുത്ത് ഒരു സൂചനയോ ഒന്നും എഴുതി കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഏത് ടൈമിലുള്ളതാണ്, എപ്പോൾ ഉള്ളതാണ്, ഇത്ര അവേഴ്സ് കഴിഞ്ഞുള്ളതാണോ ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ വേണം ആ സിനിമ കണ്ട് മനസ്സിലാക്കാൻ ഏത് ടൈമിൽ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളൊരു ഇത് തന്നെയായിരുന്നു ഈ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇതായിരുന്നു ഇത് കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഓഡിയൻസ് നിൽക്കുന്നൊരു സിനിമയായിരുന്നു ഡേൺകർക്ക്. അപ്പോൾ മെയിൻലി ക്രിസ്റ്റഫർ നോളൻ്റെ അറിയാലോ, ഹാൻസ് സിമ്മറാണ് ഇതിൻ്റെ മ്യൂസിക്. അപ്പം അതിൻ്റെ ആ ഒരു എഫക്റ്റ്, ആ സിനിമയ്ക്ക് ഉണ്ടാകുന്നൊരു എഫക്റ്റ് അത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി നമുക്കറിയാലോ, ഇവർ രണ്ടൊരു കോമ്പിനേഷൻ ഇൻഡർസ്റ്റെല്ലാറിൽ കണ്ട പോലെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഡേൺകർക്കിലുള്ളത്. പിന്നെ ഈ സിനിമ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വാർ കഴിഞ്ഞുള്ള കോൺസിക്വൻസസ്. അതായത് നമ്മൾ വാർ ജയിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ ഇന്നാൾ ജയിച്ചു ഇന്നാൾ തോറ്റു എന്നല്ല നമ്മൾ ഹിസ്റ്ററി ബുക്സിൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ജയിച്ചതിനും തോറ്റതിനുമുള്ള കോൺസിക്വൻസസ്, അതായത് പ്രത്യേകിച്ച് ഈ സോൾജേഴ്സ് അനുഭവിക്കുന്ന ഓരോ കഷ്ടതകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവർ വെടികൊള്ളാതിരിക്കാൻ, ചാവാതിരിക്കാൻ, രക്ഷപ്പെടാൻ, സർവൈവ് ചെയ്യാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം പിന്നെ നമ്മുടെ അറിയാവുന്നവരൊക്കെ ഇങ്ങനെ ബോംബിട്ടൊക്കെ വീഴുമ്പോൾ ഓരോരുത്തരിങ്ങനെ മരിച്ച് വീഴുക. അപ്പം അതൊക്കെ കാണിക്കുന്ന ഒരു മൂവി എന്ന സ്ഥിതിക്ക് നമുക്ക് ആ ഒരു വാറിൻ്റെ കോൺസിക്വൻസസ് അതിനെ പച്ചയായിട്ട് കാണിക്കുന്ന ഒരു മൂവിയാണ് ഇത്. ഏത് ഫോഴ്സിൻ്റെ ആണോ ഏത് കൺട്രി ആണോ എന്നൊന്നും കാണിക്കുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാകണം അവരുടെ ആ ഒരു അവരുടെ ഒരു കഷ്ടപ്പാട്, വാറിന് പോകുമ്പോഴുള്ള കഷ്ടപ്പാട്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും ആമസോൺ പ്രൈമിലുണ്ട്, എല്ലാവരും ഡേൺകർക്ക് കാണുക. എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ക്ലിക്ക് ദി നോട്ടിഫിക്കേഷൻ ബെൽ ഫോർ മോർ വീഡിയോസ്.